ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കല്യാണ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. കല്യാണത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോകളാണ് ഇതൊക്കെ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ 2-3 ചടങ്ങുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പിന്നെ വീഡിയോ ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, വീഡിയോ എടുത്തത് ഒരു ക്യാമറാമാനാണ് കേട്ടോ. സംഭവം ക്യാമറാമാന് ഞാൻ സ്പെഷ്യലി വിളിച്ചത് ഇനി അധികം പൈസ എടുത്തിട്ടില്ല. സംഭവം എനിക്ക് കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ക്യാമറാമാന് പൈസ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഓരോ വിളിച്ച്, കാരണം എനിക്കറിയാം മോളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ഉണ്ടാക്കാൻ കഴിയൂല. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ഏൽപ്പിച്ച് ഓരാണ് വീഡിയോസ് എടുത്തത്. അപ്പോൾ ഓർക്ക് സംഭവം ഒന്നും പറയാതാണ് ഒരു വീഡിയോ എടുത്തത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വോയിസ് ആഡ് ചെയ്യുന്നത് വീഡിയോസ്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കോംപ്രമൈസ് ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെ അഭിപ്രായം എന്തായാലും പറയണം എങ്ങനെയുണ്ട് വീഡിയോ എന്ന്. കൊട്ടയിലൊക്കെ കണ്ടില്ലേ, കൊട്ടയിൽ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നല്ല കവറിലൊക്കെ പൊതിഞ്ഞത്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്നാലും ഈ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. അതെന്താ അങ്ങനെ തന്നെ കേട്ടോ, എല്ലാ കല്യാണത്തിനും അങ്ങനെ തന്നെ കേട്ടോ കൊടുക്കുക. എല്ലാവരും കൊട്ടയിൽ ഫ്രൂട്ട്സ് ഈ 5 നല്ല ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് നല്ല പോക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചതാണ് 5 കൊട്ടയിൽ. പിന്നെ അവിടെ പലഹാരങ്ങളുണ്ട്, ഈ സ്വീറ്റ്സ് പലഹാരങ്ങളും, പിന്നെ ഡ്രസ്സ്. ഇതൊരു ചടങ്ങാണ് കേട്ടോ. ഇതിൻ്റെ പേര് തിലക് ഫൽദാൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ചടങ്ങ് ചെയ്യുന്നത് ഏട്ടനാണ് കേട്ടോ. സംഭവം അനിയത്തിക്കായാലും ചേച്ചിക്കായാലും അങ്ങനെ ഏട്ടനാണ് ചെയ്യേണ്ടത് ഈ ചടങ്ങ്. സംഭവം ഈ സാധനങ്ങൾ കൊടുക്കൽ, ഇതൊക്കെ ഈ ഡ്രസ്സൊക്കെ കാണുന്നത് ഇതിൽ പെണ്ണിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉള്ള ഓരോ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ. പിന്നെ ഓരോ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഒരു പറയുന്ന അത്ര ആൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ മുമ്പിൽ കാണുന്നത് കുറച്ച് ആണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചതാണ്. പിന്നെ ഒരുപാട് ഡ്രസ്സ് ഇനിയും ഉണ്ട്, അതൊക്കെ റൂമിൽ വെച്ചിരിക്കുകയാണ്. പോകാൻ നേരത്ത് അതൊക്കെ കൊണ്ടുപോകും. പിന്നെ ഈ പെണ്ണിൻ്റെ ഏട്ടന് ചെക്കന് കൊടുക്കുന്നത് എന്താ അറിയോ, ഈ ചെക്കൻ ഡിമാൻഡ് ചെയ്ത സാധനം കേട്ടോ. പൈസയും പിന്നെ ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതേ ഡിമാൻഡ് ഉണ്ടാവില്ലേ, ഇത് വേണം അത് വേണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ കയ്യിൽ കൊടുക്കാൻ പറ്റിയ സാധനമാണ് കൊടുക്കുന്നത്. ചെക്കൻക്കുള്ള ഡ്രസ്സ്, പിന്നെ പൈസ, അതൊക്കെയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നല്ല ഇതുണ്ടാവില്ല, എന്താ പറയുക, മിഠായി, തേങ്ങ. ഇതൊക്കെ ഇവിടെ ആണെങ്കിൽ തേങ്ങ ആണ് കല്യാണത്തിനൊക്കെ, എല്ലാ സാധനത്തിലും പൂജയ്ക്കും എല്ലാത്തിലൊക്കെ തേങ്ങയാണ് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ ഡ്രസ്സും പൈസേൻ്റെ കൂടെ തേങ്ങയും ഒക്കെ വെച്ചിട്ടാണ് ഏട്ടന് ചെക്കനെ കൊടുത്തത്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങൊക്കെ.
ചേച്ചിക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാട്ടോ ചെയ്യണേ. അപ്പോൾ ആ ചേച്ചിക്ക് മാമനാട്ടോ അച്ഛനെ വരിക. അങ്ങനെ മാമനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ മാമൻ ഇങ്ങനെ പൈസ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല. അതെന്താ അറിയോ, അത് കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാട്ടോ ഇതൊക്കെ. സംഭവം പല രീതിയിലും ചെയ്യും കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ ഒന്നാമത്തേതാണ് ഇത്. ഇങ്ങനെ പൈസ കൊണ്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ആ പൈസ ആണെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കും. നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർക്കെല്ലാം വേറെ ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ. പിന്നെ ഈ തിലക്ക് പരിപാടി ലാസ്റ്റ് കഴിയാൻ നേരത്തെ രണ്ടാൾ ഓരോരുത്തർക്ക് ഇങ്ങനെ വെറ്റില കൊടുത്തിട്ട് പിന്നെ എന്താണ് ദിയൻ്റെ ചെയ്യും. അങ്ങനെയൊക്കെ ആട്ടോ. ഇത്രയാണ് തിലക്ക് പരിപാടിയിൽ ഉണ്ടാവുക. ഒരുപാടുണ്ട്, ഞാനൊക്കെ എന്താണ് സ്കിപ്പ് ചെയ്ത് മാറ്റി. കാരണം ഒക്കെ തന്നെ ഈ മന്ത്രങ്ങളൊക്കെ പറയുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കി. മെയിൻ പോയിൻ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നടക്കാൻ പോണത് ജയമാല ആണ് കേട്ടോ. ജയമാല നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാ നോർത്ത് ഇന്ത്യൻ മൂവീസിൽ ജയമാല ഉണ്ടാവലുണ്ട്. സംഭവം അധികം ഒന്നുമില്ല അതിൽ. ചെക്കനും പെണ്ണ് ഒരു സംഭവം രണ്ടാൾ ഇങ്ങനെ മാല ഇട്ട് കൊടുക്കുക തന്നെയാണ് ജയമാല. അപ്പോൾ ജയമാലയിൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു. ഓരോ ഇവിടുന്ന് ബുക്ക് ചെയ്യും എന്നൊക്കെ, ലെഹങ്ക ബുക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എന്താ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പേ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡിസൈഡ് ചെയ്ത് ഓരോ അവിടുന്ന് ലെഹങ്ക അയച്ചിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിന് ബുക്ക് ചെയ്തിട്ടില്ല. ആ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ലെഹങ്കയാണ് ആണ് പെണ്ണിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നല്ല ഹെവിയുള്ള ലെഹങ്ക കേട്ടോ. അപ്പോൾ ഇതാണ് കല്യാണത്തിന് ഉള്ള ലെഹങ്ക.
അങ്ങനെ കേട്ടോ ജയമാല ഉണ്ടാവുക. ജയമാല കുറച്ചുള്ളൂ, പെണ്ണ് ചെക്കനും ഒരാൾക്ക് ഇങ്ങനെ മാല ഇട്ട് കൊടുക്കുക, അത്ര ഉള്ളൂ. അപ്പോൾ ജയമാല പെട്ടെന്ന് തീർന്ന്. അപ്പോൾ ഇനി ജയമാല എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം എന്തായാലും പറയണം കമൻറ്റിൽ. ഇപ്പോൾ കാണുന്നത് ഈ ഓരോ സാധനങ്ങളൊക്കെ കാണില്ലേ, സാരി, പിന്നെ ഈ എത്ര സാരി അറിയോ, 11 സാരി ആട്ടോ ടോട്ടൽ അവിടെ കാണുന്നത്. പിന്നെ പെണ്ണിനുള്ള ഒക്കെ അതിൽ കാണുന്നത് വെള്ളി സ്വർണത്തിൻ്റെ ആഭരണങ്ങളാട്ടോ. എന്താ പറയുക, അതിൽ പാദസരവും പിന്നെ മിഞ്ചി അതാണ് വെള്ളീൻ്റെ. ബാക്കിയുള്ള സ്വർണത്തിൻ്റെതാണ്. എന്താ പറയുക, നെറ്റിപ്പൊട്ട്, പിന്നെ നെക്ലേസ്, കമ്മൽ, പിന്നെ എന്താ പറയുക ഈ മൂക്കുത്തി, ഇതൊക്കെയാണ്. ഇതൊക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് പെണ്ണിന് വേണ്ടിയിട്ട്, ഓരോ ഭാഗമായിട്ടുള്ളതാണ്, പെണ്ണിനുള്ള സാധനങ്ങളാണ് അതൊക്കെ. ഈ 11 സാരി കാണുന്നതൊക്കെ പെണ്ണിനുള്ളതാണ് കേട്ടോ. ആ പെണ്ണ് ഇനി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒക്കെ സാരിയാണ് ഇടുക. അപ്പോൾ അങ്ങനെ സാരിയാണ് എല്ലാ കല്യാണത്തിനും ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുക. ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് സാരിയാണ്, അവിടെ നിന്നും കൊടുക്കുന്നത് സാരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഇതൊരു ചടങ്ങാട്ടോ. ഈ ചടങ്ങിൻ്റെ പേര് ചടാവ് എന്നാണ്. ചടാവ് മീൻസ് കൊടുക്കൽ, അങ്ങനെ എന്തോ അങ്ങനെയൊക്കെയാണ്. എനിക്ക് ശരിക്കും അറിയില്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. കാണുന്ന ചടങ്ങിൻ്റെ പേരെന്താ അറിയോ, മാങ് ഭറായി എന്നാട്ടോ. ഒക്കെ ചടങ്ങ് തന്നെ സംഭവം. കല്യാണമാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ കൂടുതൽ നടക്കുന്നതൊക്കെ ചടങ്ങുകളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഈ മാങ് ഭറായി എന്താ അറിയോ, ഈ സിന്ദൂരം ഇടുന്ന പരിപാടിക്കാണ് മാങ് ഭറായി എന്ന് പറയാം. അപ്പോൾ ഇത് പെണ്ണിൻ്റെ ഈ കല്യാണ പെണ്ണിൻ്റെ സിസ്റ്റർ ചെയ്യണം ഈ കാര്യം. ഫസ്റ്റ് ചെക്കൻ ചെയ്യുന്ന മുമ്പേ ഫസ്റ്റ് സിസ്റ്റർ ചെയ്യണം. അപ്പോൾ സിസ്റ്റർ സംഭവം കല്യാണം കഴിയാത്ത കന്യ എന്ന് പറയൂലേ, അപ്പോൾ കന്യ ചെയ്യണം ഫസ്റ്റ്. കല്യാണം കഴിയാത്ത എന്താണ് സിസ്റ്ററാണ് കേട്ടോ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ സംഭവം കുട്ടിയാണ് ചെയ്യുന്നത്. അത് ആ കുട്ടി ഓരോരു സിസ്റ്ററാണ്, റിലേറ്റീവ്സാണ്, അങ്ങനെ ഓരാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് മാങ് ഭറായി.
അങ്ങനെ 2-3 ചടങ്ങുകളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ഇനി അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടുത്തെ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ എങ്ങനെ ഇഷ്ടമായോ ഇല്ലേ, പിന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്, അതൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ എന്തായാലും വായിക്കലുണ്ട്. നമ്പർ റിപ്ലൈ തരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ക്ഷമിക്കണം. എന്നാലും ഞാൻ ശ്രമിക്കുക, ഫ്രീ ആയിട്ട് ഞാൻ എന്തായാലും എല്ലാവരും കമൻറ്റ്സിന് എന്തായാലും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. ഇനി എന്താ പറയുക, ഇനി വരാൻ പോണ വീഡിയോ ആണ് കല്യാണത്തിൻ്റെ വീഡിയോ, മെയിൻ കല്യാണത്തിൻ്റെ വീഡിയോ. അപ്പോൾ നോക്കുക എങ്ങനെയുണ്ട് കല്യാണം സംഭവം. ഇവിടുത്തെ കല്യാണം നിങ്ങൾ എൻജോയ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.